we also want to make a special mention of these two young actors in the film Pani. The negative roles they did, they were wonderful, and so much of hope and so much of joy to see young actors, new actors brimming in Malayalam cinema. കിരിയേട്ടൻ എന്തുട്ട കിരിയേട്ടൻ്റെ സെറ്റപ്പ് ഉമ്മക്കൊന്നുമില്ല. ചേച്ചി സ്പെഷ്യലാ. ചേച്ചിക്ക് വേദനിച്ച ഗിരിയേട്ടനും വേദനിക്കും. പിന്നെ ഒത്തിരി സന്തോഷം. കാരണം ജോയിച്ചേട്ടൻ 2 ദിവസം ഈ അവാർഡ് പ്രഖ്യാപനിക്കാണ്ട് മുന്നേ ജോയിച്ചേട്ടനെ കണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് അവാർഡ് ഉണ്ടാവും, എനിക്കും സിജുവേട്ടന് അവാർഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മളത്ര കാര്യമാക്കിയില്ല. പക്ഷെ ഒരു ജോയിച്ചേട്ടൻ പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവാർഡ് ഫുള്ള് നമ്മൾ ടി വിയിലിരുന്ന് കണ്ടു. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൂടി നമുക്ക് അജയൻ ചേട്ടനാണ് കിട്ടിയത്. പണിക്ക് നമുക്ക് സൗണ്ടിന് മികച്ച സൗണ്ട് ഡിസൈൻ അജയൻ ചേട്ടന് കിട്ടി. അതും ഒത്തിരി സന്തോഷമുണ്ട്. പണിക്ക് വേറെ അവാർഡും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാ അവാർഡും കഴിഞ്ഞതിന് ശേഷം ഒന്നുമില്ലല്ലോ. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചു നമുക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഒരു പരാമർശം എവിടെയെങ്കിലും കിട്ടിയിരുന്നതിൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോഴാണ് ടോം ഇമ്മിറ്റി ഡയറക്ടർ വിളിക്കുന്നത്. എടാ നിങ്ങളെ പറ്റി പരാമർശിച്ചിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ദൈവമേ ഫോണൊക്കെ എടുത്ത് നോക്കുന്ന കിളി പോയി. ഇവിടുന്ന് പല ക്ലിപ്പുകളൊക്കെ വരുന്നു. അപ്പോൾ ജൂനൈസ് അപ്പം തന്നെ വിളിച്ചു തന്നെ, എടാ നമ്മളെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അവാർഡാണോ എന്താണെന്ന് അറിയില്ല. വലിയൊരു അതെ, അത് പരാമർശം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അവാർഡിന് തുല്യം തന്നെയാണെന്ന് പിന്നീടാണ് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കിയത്. എന്നും ജീവിതത്തിൽ ഓർക്കാവുന്ന ഏറ്റവും അടിപൊളി നിമിഷം ഇത്രയും വർഷങ്ങൾക്കിടയിൽ. ഈ കഥാപാത്രം കിട്ടിയെന്ന് ജോയിച്ചേട്ടൻ വ്യക്തമായിട്ടുള്ള ഇതിൻ്റെ ഒരു പ്ലാനും പറഞ്ഞിരുന്നത് എങ്ങനെയാണ് ഈ ക്യാരക്ടറിൻ്റെ സ്വഭാവം, എൻ്റെ അടുത്തും ജുനൈസിൻ്റെ അടുത്തും എങ്ങനെയാണ് നിങ്ങൾ പെർഫോമൻസ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ടുള്ളൊരു ഗ്രാഫ് തന്നെ ജോയിച്ചേട്ടൻ പറഞ്ഞു തന്നിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ആ നിർദ്ദേശപ്രകാരം ജോയിച്ചേട്ടൻ അത് അഭിനയിച്ച് കാണിച്ചു തരികയും ചെയ്യും. ഞങ്ങൾ ജോയിച്ചേട്ടനെ പോലെയൊക്കെ ആ പെർഫോമൻസ് നമ്മുടെ രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചു. അത് ജനങ്ങൾക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. ഒത്തിരി സന്തോഷം. ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജൂറിയുടെ പരാമർശം കിട്ടിയതിന് ഒരുപാട് ഹാപ്പിയാണ്. ഞങ്ങളും ജോയിച്ചേട്ടനും ഞങ്ങളുടെ കൂടെ ഈ ക്യാരക്ടർ വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യൻസിനും ഉള്ള ഒരു അംഗീകാരം കൂടിയാണിത്. ഉത്തരവാദിത്വം വന്നു. കാരണം നമുക്ക് എങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മളൊക്കെ ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഇനി കുട്ടികളെയല്ല എന്നുള്ളൊരു സംഭവത്തിന് തിരിച്ചറിവാണ്. നല്ല നല്ല സിനിമകൾ ചെയ്യാനുള്ളൊരു പ്രചോദനമാണ്. ഇനി വരും വർഷങ്ങളിൽ നല്ല നല്ല സിനിമകൾ നല്ല നല്ല ക്യാരക്ടേഴ്സും ഞങ്ങൾ രണ്ടുപേരും തേടിയെത്തട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും അതിനുവേണ്ടിയുള്ള പരിശ്രമമായിരിക്കും ഇനി തുടരുന്നുള്ള വർഷങ്ങളിൽ. അതിനുവേണ്ടി പണിയെടുക്കണം. ഇനിയും നല്ല രീതിയിൽ പണിയെടുത്താൽ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ, കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുള്ളൂ. ചെറിയ ചെറിയ പെർഫോമൻസ് ഒന്നും പോരാ. നമ്മൾ അത്രയും മാത്രം എക്സ്ട്രാordinary ആയിട്ട് എന്തൊക്കെ ചെയ്താൽ മടിച്ച് മാത്രമേ ഇവിടെ പല ജൂനിയറുകളും നമ്മളെ നോക്കി കാണുള്ളൂ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി.